ഈ വാർഡ് എന്തായാലും ഞങ്ങൾ ജയിക്കും, അതിന് യാതൊരു സംശയമല്ല. പെരിന്തൽമണ്ണ നഗരസഭയിലെ 14 വാർഡ് കുട്ടിപ്പാറയിലെ UDF സ്ഥാനാർത്ഥി പച്ചേരി സുബൈറിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ മത്സരം, അതായത് വളരെ ശക്തമായ മത്സരം നടന്ന നഗരസഭയിലെ ഒരു വാർഡുകളിൽ ഒന്നാണ് ഈ 14 വാർഡ്. ഇവിടെ LDFന്റെ നേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞത് ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ UDFന്റെ പല നേതാക്കളും പറഞ്ഞ ചില കോട്ടകളൊക്കെ ഇളകിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഇളകിപ്പോകാൻ സാധ്യതയുള്ള ഒരു കോട്ടയാണോ ഇത്? ഇത്തവണ UDFന് വലിയ വിജയം നേടാനും നഗരത്തിൽ ഭരണം പിടിക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വാർഡ് എന്തായാലും ഞങ്ങൾ ജയിക്കും, അതിന് യാതൊരു സംശയമല്ല. കാരണം തൊട്ട വാർഡ് 26, ഇപ്പൊ അത് വാർഡ് വിഭജനം കഴിഞ്ഞ 26-ല് 15 വർഷമായിട്ട് എൻ്റെ ഭാര്യ കൗൺസിലറാണ്. ആ 15 വർഷത്തെ അവിടുത്തെ പ്രവർത്തനം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇവിടെ കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുള്ള ഒരു പ്രദേശമാണ് ഈ പാതായിക്കര. പല ഭാഗത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിൽ 3 കുടിവെള്ള പദ്ധതി നമ്മളായിട്ട് കുഴൽക്കിണറടിച്ച് ടാങ്കും ഇതൊക്കെ വെച്ച് എല്ലാ വീടിനും പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് ആ വാർഡ് സമ്പൂർണ്ണമാക്കിയിട്ടുണ്ട്. അതുപോലെ വൈദ്യുതി, സമ്പൂർണ്ണ വൈദ്യുതീകരണം, സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ വീടുകൾ, എല്ലാ വീടുകളും നമ്മളായിട്ട് കുറെ വീടുകൾ പൊളിഞ്ഞാടാൻ ഒരുപാട് വീടുകൾ നമ്മളായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടു കൂടി 4 വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചികിത്സാ ധനസഹായം. ഞാൻ ഒന്നിടപെടെയാണ്. നമുക്കിപ്പോ ചെയ്ത പ്രവർത്തനങ്ങളല്ലേ ഇപ്പൊ ഈ വോട്ടർമാര് UDF പ്രവർത്തകർ വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണമുണ്ടല്ലോ, അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഇപ്പൊ ഈ വരുന്ന വളരെ ആവേശത്തോടു കൂടി ഈ പോളിംഗ് ബൂത്തിലൊക്കെ വളരെ ജനക്കൂട്ടമാണ്, എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഈ ആവേശം വോട്ടായി മാറുകയും UDFന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ 30 കൊല്ലത്തെ ഭരണം കൊണ്ട് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതന്നെ നമുക്ക് വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾ നമ്മളെ സഹായിക്കും, നമുക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നില്ല പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മൾ. ഏതായാലും ഈ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും UDFന്റെ നഗര കാര്യാലയത്തിലേക്ക് UDFന്റെ ഒരു ഭരണം കിട്ടിയതിന് ശേഷം കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പച്ചേരി സുബൈറിനുണ്ടോ? ഉണ്ട്. ഞങ്ങൾ എന്തായാലും വലിയ ഭൂരിപക്ഷം ഞങ്ങൾ പറയില്ല, ഒരു 100 വോട്ടിന്റെ താഴെയായിട്ട് ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും, അതിന് യാതൊരു സംശയം ഈ വാർഡില്. അതുകൂടാതെ നഗരസഭയില് നല്ലൊരു ലീഡോട് കൂടിയിട്ട് UDF തിരിച്ചു വരും, അതിന് സംശയമല്ല. UDF അധികാരത്തിൽ വരും. ഇതിലും വളരെ ആത്മവിശ്വാസത്തിലാണ് ഇവിടെയുള്ള UDFന്റെ സ്ഥാനാർത്ഥി. നേരത്തെ LDFന്റെ സ്ഥാനാർത്ഥിയും നേതാക്കളൊക്കെ പ്രതികരിച്ചത് UDFകാർക്ക് സ്വപ്നം കാണാം, അത് ദിവാസ്വപ്നമായി മാറുമ്പോൾ അവർക്ക് വിഷമം തോന്നരുതെന്നൊക്കെ പറഞ്ഞത്. രാഷ്ട്രീയമാണ്, മത്സരമാണ്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം, ഏറ്റവും വലിയ ആഘോഷം, ഏറ്റവും വലിയ പൂരം. ആ പൂരത്തിന്റെ നാട്ടുകാരുടെ പൂരമാണ് ഈ ജനവിധി എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഒരു പൂരം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് നാട്ടുകാരുടെ പൂരം എന്ന് പറയാം. അപ്പോൾ ജനം തീരുമാനിക്കുന്നു, ജനം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ജനം തീരുമാനിക്കട്ടെ ആരെ വേണം, ആരെ വാഴിക്കണമെന്ന്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഓർഡർ ചെയ്തോളൂ. ചപ്പാത്തി പറയട്ടെ? ചപ്പാത്തി പറയാം. ഓക്കേ. ചിക്കൻ പറയാലോ? അതെ, ഇവിടെ ചിക്കൻ പറഞ്ഞാലോ എന്ന്. ചിക്കൻ പറഞ്ഞു. ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ ആയാലോ? ബട്ടർ ചിക്കനോ? ബട്ടർ ചിക്കൻ പറഞ്ഞു. എന്താ ഒന്നുമില്ല. അല്ലെങ്കിൽ നീ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരിക്കേ. വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട, പെരിന്തൽമണ്ണയിൽ സഫ വരുന്നുണ്ട്. Safa Golden Diamonds, different by design.